ഇത് ഡേ ഓഫ് ജക്കാൽ എന്ന് പറഞ്ഞ പുതിയൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു സ്പൈ ത്രില്ലർ ആയിട്ടാണ്. സ്പൈ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന മോഡലുള്ള ഒരു ഐറ്റം അല്ല. ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു അസാസിൻ ആൾ നടത്തുന്ന കുറേ കൊലപാതകങ്ങളും അതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതിന് ഇൻവെസ്റ്റിഗേഷൻ കുറേ കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ്. ഈ ആള് കൊലയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യും, പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് വെപ്രാളപ്പെടുന്ന ഒരു ക്യാരക്ടർ. പക്ഷെ ആ ഒരു ക്യാരക്ടറിന് നമുക്കൊരു സോഫ്റ്റ് കോർണർ വരുന്ന രീതിയിലാണെങ്കിലും ആ ഒരു ക്യാരക്ടർ അത്ര നീറ്റല്ല, ഒരു ഗ്രേ ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ്. ഒരു അനാവശ്യമായിട്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ അടക്കം തൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കൊന്നുകൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ അതൊന്നും വേണം വെച്ചിട്ടുമല്ല, ഇങ്ങനെ നമ്മളെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന രീതിയിലേക്ക് ആ ക്യാരക്ടറിനോട് നമുക്ക് ഇഷ്ടം തോന്നും, എന്നാൽ ആ ക്യാരക്ടർ ചെയ്യുന്നത് ശരിയല്ല നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുക ഇന്ന രീതിയിൽ കൊണ്ടുപോകുന്നൊരു സാധനം. പക്ഷേ ഇതൊക്കെ പോട്ടെ, ഇതിന് മേക്കിംഗ് ഉണ്ടല്ലോ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. ഇതിൻ്റെ എഴുത്ത് വേറെ ലെവൽ, സ്ക്രിപ്റ്റിംഗ് വേറെ ലെവൽ. കാരണം ഇതിങ്ങനെ ഈക്വലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഒരു സീരീസാണ്, അതിലൊരു 10 എപ്പിസോഡുകളുണ്ട്. ആണെങ്കിൽ ഒരു 10 എപ്പിസോഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിക്കാനുള്ള സാധനങ്ങൾ ഇവർക്കില്ല. പക്ഷേ ഈ ഒരു ക്യാരക്ടർ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കണ്ടിരിക്കും. ആ ഒരു ക്യാരക്ടറിൻ്റെ മോഡ് എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് ഈ ക്യാരക്ടർ പിടിക്കാൻ പോകുന്നത്, ഈ ഒരു ക്യാരക്ടറിന് അടുത്ത് എന്ത് അസാസിനേഷനാണ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയൊക്കെയാണ്. സോ ഈ ഓരോ അസാസിനേഷൻ ചെയ്യുന്നതും ഓരോ വലിയ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. സോ അവരുടെ ഇടയിൽ നടക്കുന്ന കുറേ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. അതിങ്ങനെ തുടങ്ങി ഇത് എൻഡ് ചെയ്യുന്ന ഒരു നോട്ടുണ്ടല്ലോ, ഇത് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന കുറേ സീക്വൻസുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്ത് ഡോട്ട് ഇട്ട് സീക്വൻസ് ഇങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിട്ടാണ് നമ്മളിങ്ങനെ കഥ ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുക. സോ അതിൻ്റെ സ്ക്രീൻ പ്ലേ വൈസ് അടിപൊളി. then ഇതിൻ്റെയൊക്കെ ആ ഒരു എക്സിക്യൂഷൻ, മൂപ്പര് സ്നൈപ്പ് ചെയ്തിട്ടാണ് ഈ ചങ്ങായിമാരെ എല്ലാവരും കൊല്ലുക. സോ അതിന് പുറകിലുള്ള ബാക്ക് സ്റ്റോറി എന്താണ്, ഈ ചങ്ങായി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്നൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കുറേ ടെക്നിക്സും, ഈ സ്നൈപ്പ് ചെയ്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു തരത്തിൽ ഇതിൽ ലോജിക് മൈൻഡ് വെച്ച് കണ്ടാൽ ഇത് നടക്കില്ല എന്ന രീതിയിലല്ല. നമ്മളെ കൊണ്ട് ഇവിടെ നടന്നിട്ടില്ലെങ്കിലും അങ്ങനെ ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇതിന് മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ വൈസ് നമ്മൾ ഇങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ടിരിക്കും. ഞാൻ ഒറ്റയടിക്കാണ് ഇത് കണ്ടത്. ഐ തിങ്ക് 1 or 2 ഒറ്റ രാത്രി കൊണ്ടുവന്നാണ് ഞാൻ കണ്ടു തീർത്തത്. റീസെൻ്റ്ലി 2-3 ദിവസം മുമ്പാണ് ഇത് കണ്ടത്. അത്രയധികം തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചിരുത്തി കാണിച്ചൊരു സാധനമാണ്. സോ ത്രില്ലർ സീരീസുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടുനോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസുകളിൽ ഒന്നാണ് ഡേ ഓഫ് ജക്കാൽ. ജിയോ സിനിമയിലുണ്ട്. 10 എപ്പിസോഡുകളാണ്. ഓരോ എപ്പിസോഡ് ഒരു മണിക്കൂർ ലെങ്ത് ഉണ്ടാവും. പക്ഷേ ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടൊരു സാധനം. കണ്ടുനോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതെ.